കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ അരനൂറ്റാണ്ടിലധികമായി കർമ്മവസന്തത്തിന്റെ കരുത്തോടെ മുന്നോട്ട് ഗമിക്കുകയാണ് ആദർശ യൗവനമായ ISM. സമൂഹം രൂപപ്പെടുന്നത് സ്നേഹവും കാരുണ്യവും അനുഭവപ്പെടുന്ന ജീവിതം എന്നാണ് ഖുർആൻ കുടുംബത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം. കോവിഡ് മഹാമാരിയുടെ ഒന്നാം തരംഗത്തിന് ശേഷം ഇസ്ലാഹി ആദർശ കുടുംബങ്ങളുടെ ഒത്തുചേരലായിരുന്നു ഈ സംഗമം. പ്രവർത്തകർക്കിടയിൽ ആത്മബന്ധവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിനും മുന്നോട്ടുള്ള പ്രയാണത്തിന് പുതിയ ഊർജവും ഉണർവും നൽകുന്നതിനും ഈ പ്രോഗ്രാമിലൂടെ സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ സെഷനുകൾക്ക് കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതന്മാരും പ്രഭാഷകരും നേതൃത്വം നൽകി. സംഘടനാ മികവുകൊണ്ട് പ്രോഗ്രാമിന്റെ വൈവിധ്യം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൻ സ്വീകാര്യതയാണ് പ്രോഗ്രാമിന് ലഭിച്ചത്. വളപട്ടണം അൽഫിത്ര വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒപ്പന കുടുംബ സംഗമത്തിന്റെ മാറ്റുകൂട്ടി. കണ്ണൂർ ജില്ലാ ഇസ്ലാഹി കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA KM ഷാജി നിർവഹിച്ചു. ധർമ്മബോധനം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ കാലം പ്രവർത്തനങ്ങളെല്ലാം ഓൺലൈനായി മാറിയപ്പോൾ പ്രബോധന രംഗത്തെ അനിവാര്യമായ ഇടപെടലായിരുന്നു പ്രതിമാസ പഠന ക്ലാസ്സായ ധർമ്മബോധനം പരിപാടി. ആത്മീയ ചിന്തയും തൗഹീദി സന്ദേശവും സമൂഹത്തിലെത്തിക്കുവാൻ സാധിച്ചു. ധർമ്മബോധനം പരിപാടിയുടെ ഉദ്ഘാടനം KJU സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി നിർവഹിച്ചു. യുവത ലൈബ്രറി. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസാധനാലയമായ യുവത ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാം വാള്യങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും സമകാലീന വിഷയങ്ങളും യുവതയുടെ കയ്യൊപ്പുകളാണ്. യുവത സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ മഹത്തായ പദ്ധതിയാണ് പള്ളികളും ശാഖകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക സംസ്കാരമുള്ള യുവത ലൈബ്രറി സംരംഭം.
ജില്ലയിൽ 12 ഇടങ്ങളിൽ യുവതാ ലൈബ്രറി സ്ഥാപിക്കുവാൻ സാധിച്ചു. 1921 മലബാർ സമരം ഗ്രന്ഥ പരമ്പര. ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരധ്യായമാണ് 1921 മലബാർ സമരം. ബ്രിട്ടീഷ് അധിനിവേശ അധികാരികൾക്കും അവരോട് കൈകോർത്തു നിന്ന ജന്മിത്വത്തിനുമെതിരെയുള്ള പോരാട്ടമായിരുന്നു മലബാർ സമരം. 6 വാള്യങ്ങളിലായി 40-ലധികം ചരിത്രകാരന്മാരും ഗവേഷകന്മാരും ഒന്നിക്കുന്ന ബൃഹത് പദ്ധതിയാണ് യുവത പുറത്തിറക്കിയ 1921 മലബാർ സമരം ഗ്രന്ഥപരമ്പര. ഗ്രന്ഥപരമ്പരയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനം KNM ജില്ലാ ട്രഷറർ ടി മുഹമ്മദ് നജീബ് നിർവഹിച്ചു. ജനപ്രതിനിധികൾക്കുള്ള കോപ്പികളുടെ വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി അഹമ്മദ് ദേവർഖോവിലിന് നൽകി നിർവഹിച്ചു. തുടർന്ന് വിവിധ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾക്ക് 1921 മലബാർ സമരം പുസ്തകം നൽകി. ഷബാബ് പുടവ പ്രചരണം. ഇസ്ലാഹി ആദർശത്തിന്റെ ജിഹ്വയായ ഷബാബിന്റെയും കുടുംബമാസികയായ പുടവയുടെയും പ്രചരണം സജീവമായി ജില്ലയിൽ നടന്നുവന്നു. ശാഖാമണ്ഡലം ജില്ലാതലങ്ങളിൽ പ്രചരണോദ്ഘാടനങ്ങൾ സംഘടിപ്പിച്ചു. ഷബാബിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടനം ബഹുമാനപ്പെട്ട UDF കൺവീനർ MM ഹസൻ നിർവഹിച്ചു. ഷബാബ് പ്രചരണത്തിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ മികച്ച ശാഖയ്ക്കുള്ള ISM കണ്ണൂർ ജില്ലാ സമിതി ഏർപ്പെടുത്തിയ അവാർഡിന് കടവത്തൂർ ശാഖ അർഹരായി. കൺവീനർ NK ഉമ്മറിന് ഇസ്ലാഹി കുടുംബ സംഗമത്തിൽ വെച്ച് KNM സംസ്ഥാന സെക്രട്ടറി M അഹമ്മദ് കുട്ടി മദനി അവാർഡ് നൽകി ആദരിച്ചു. ബ്രദർനാറ്റ്. പരിസ്ഥിതി സൗഹൃദവും പരിപാലനവും സംരക്ഷണവും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതവും ഒരു വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ്. മണ്ണിനോടുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് സക്രിയമാക്കി പ്രകൃതിമതത്തിന്റെ ഹരിതദർശനം കാവലാളായി ISM പരിസ്ഥിതി വിഭാഗം ബ്രദർനാറ്റ്. ബ്രദർനാറ്റിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഇരിക്കൂറിൽ ഒരേക്കർ സ്ഥലത്ത് ജില്ലാ സമിതി നടത്തിയ ജൈവ കൃഷി. വാഴ, ചേന, ചേമ്പ് തുടങ്ങിയവയായിരുന്നു കൃഷി ചെയ്തത്. കാർഷിക വൃത്തി ഇസ്ലാമിക സംസ്കാരമാണെന്ന ഖുർആനിന്റെയും പ്രവാചകവചനങ്ങളുടെയും മഹത്തായ സന്ദേശം പൊതുസമൂഹത്തിന് പകർന്നു നൽകാൻ സാധിച്ചു എന്നതാണ് ഈ സംരംഭത്തിന്റെ ഏറ്റവും വലിയ വിജയം. ബ്രദർനാറ്റിന്റെ ഈ സംരംഭം യുവജനങ്ങൾക്ക് കാർഷിക മേഖലയിലേക്കുള്ള പ്രചോദനവും പുതിയൊരു ചുവടുവയ്പുമായി മാറി. മണ്ണിനെയും മനുഷ്യനെയും അറിയുന്നതിലൂടെയാണ് മാനവിക മൂല്യങ്ങൾ വളരുന്നത്. 1921 മലബാർ സമരം 100ാം വാർഷികം സ്മാരക ഫലവൃക്ഷം നടീൽ പദ്ധതി നമ്മുടെ മുൻഗാമികൾ നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരമായിരുന്നു 1921 മലബാർ സമരം. നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്ന മലബാർ സമരം 100 വർഷം തികയുകയാണ്. മലബാർ സമരത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ബ്രദർനാറ്റ് 1921 ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് അതിന്റെ സംരക്ഷണവും പരിപാലനവും നൽകി. ഈ മഹത്തായ സമരപോരാട്ടത്തിന്റെ ചരിത്രം വരും തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ബ്രദർനാറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും ഫലവും തണലും പകരുവാനും പ്രകൃതിക്ക് കാവലായി മാറാനും ഈ സംരംഭത്തിലൂടെ ബ്രദർനാറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. പ്രസ്തുത പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാറാലിൽ DIA കോളേജ് മാനേജർ MP അഹമ്മദ് ബഷീർ നിർവഹിച്ചു. തുടർന്ന് മണ്ഡലം ശാഖാതലങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു പരിപാലിച്ചു വരുന്നു. പദ്ധതിയുടെ ഭാഗമായി മാട്ടൂലിൽ വിപുലമായ രീതിയിൽ ഫലവൃക്ഷത്തൈകൾ നടീൽ പദ്ധതി നടപ്പാക്കി. ബഹുമാനപ്പെട്ട മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഫാരിസ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ പൂർത്തീകരണം കണ്ണൂർ സലഫി ദഅവ സെന്ററിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീമതി ഷബീന ടീച്ചർ നിർവഹിച്ചു. ബ്രദർനാറ്റ് കർഷക അവാർഡ്. പ്രകൃതിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ കർഷകൻ നിർവഹിക്കുന്നത് സ്രഷ്ടാവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ പൂർത്തീകരണമാണ്. മാനവരാശിയുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരം കാണുക എന്ന ദൗത്യമാണ് കർഷകൻ നിർവഹിക്കുന്നത്. കാർഷിക സംസ്കാരത്തിന് പ്രചോദനവും കർഷകർക്ക് പ്രോത്സാഹനവും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ബ്രദർനാറ്റ് കർഷക അവാർഡ് 2020 ഏർപ്പെടുത്തി. 5000 രൂപയും പ്രശസ്തി പത്രവുമായിരുന്നു അവാർഡ്. ജില്ലയിലെ കർഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. നിരവധി അപേക്ഷകളിൽ നിന്ന് 12 കർഷകരെ അന്തിമ പട്ടികയിലേക്ക് തെരഞ്ഞെടുത്ത് അവരുടെ കൃഷിസ്ഥലം സന്ദർശിച്ച് വിധി നിർണയം നടത്തുകയും അവരെ മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. അവാർഡ് പ്രഖ്യാപനം ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫുഖാർ അലി നിർവഹിച്ചു. യുവ കർഷകൻ ഷിംജിത്ത് തില്ലങ്കേരിയാണ് പ്രഥമ ബ്രദർനാറ്റ് അവാർഡിന് അർഹനായത്. പ്രൗഢമായ സദസ്സിൽ വെച്ച്
ബ്രദർനാറ്റ് സംസ്ഥാന കൺവീനർ യൂനുസ് നരിക്കുനി അവാർഡ് സമ്മാനിച്ചു. പരിസ്ഥിതി ദിന ഫോട്ടോ ചാലഞ്ച്. കോവിഡ് മഹാമാരിക്കാലത്ത് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 നടത്തിയ പരിസ്ഥിതി ദിന ഫോട്ടോ ചാലഞ്ച് ഏറെ ജനശ്രദ്ധയും ജനപങ്കാളിത്തവുമുള്ള പരിപാടിയായിരുന്നു. ചിത്രകാരനും ഫോക്ലോർ അവാർഡ് ജേതാവും സാഹിത്യകാരനുമായ KKR വെങ്ങര വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കർഷക വിരുദ്ധ ബില്ലിനെതിരെ നടന്നുവരുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടി ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. കിസാൻ വിരോധി സർക്കാർ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുകയും വെബിനാർ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇസ്ലാം സർവസ്പർശിയായ മതമാണ്. കലാ, സാഹിത്യം, ധാർമ്മിക വീക്ഷണം തുടങ്ങിയ ഒരു ജനതയുടെ സാംസ്കാരിക തലങ്ങളെ മുഴുവൻ ഇസ്ലാം ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു. വിശ്വാസിയുടെ ജീവിതശൈലി രൂപപ്പെടുന്നതിൽ കലയും സാഹിത്യവും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ISMന്റെ കലാസാഹിത്യ സാംസ്കാരിക വേദിയാണ് ആർട്ടിസം. സർഗാത്മക കഴിവുകളെ സമൂഹ നന്മയ്ക്കു വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ്. ISM കണ്ണൂർ ജില്ലയുടെ സാമൂഹ്യക്ഷേമ വകുപ്പായ സഹായി ചാരിറ്റബിൾ ട്രസ്റ്റ് സജീവ സാന്നിധ്യമായി സേവനരംഗത്ത് ഇടപെട്ടുവരികയാണ്. സാമൂഹിക സേവന ഭൂമികയിൽ കർമ്മനിരതമായി ഇടപെടുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയും ബാധ്യതയുമാണ്. ഈ ദൗത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM സഹായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. നമുക്കു ചുറ്റിലും വ്യത്യസ്ത കാരണങ്ങളാൽ വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസവും പകർന്നു നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് പ്രതീക്ഷയുടെ കൈത്താങ്ങായി മാറുക എന്നതാണ് സഹായി ലക്ഷ്യം വയ്ക്കുന്നത്. സഹായിയുടെ ലോഗോ പ്രകാശനം പാറാൽ DIA കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ
മാഹി MLA ഡോക്ടർ രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. സഹായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ ആശുപത്രികൾക്കുള്ള വീൽചെയറുകൾ സൂപ്രണ്ട് ഡോക്ടർ രാജീവിന് കൈമാറിക്കൊണ്ട് ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് യൂനുസ് നരിക്കുനി നിർവഹിച്ചു. തുടർന്ന് രോഗികൾക്കുള്ള ഭക്ഷണ കിറ്റിന്റെ വിതരണം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ലേഖയ്ക്ക് കൈമാറി ISM സംസ്ഥാന ഭാരവാഹി ജാബിർ വാഴക്കാട് നിർവഹിച്ചു. സഹായിയുടെ ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ നിർവഹിച്ചു. ഇഫ്താർ ഹദിയ പദ്ധതിയിലൂടെ ജില്ലയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. മഹാമാരിയും പ്രകൃതിക്ഷോഭവും ഒന്നിച്ചെത്തിയപ്പോൾ തീരദേശ മേഖലകൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ ഘട്ടത്തിൽ കണ്ണൂരിലെ തീരദേശ പ്രദേശങ്ങളിൽ സഹായമെത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രക്തദാനം മഹാദാനം. സഹായിയുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് സഹായി വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന രക്തദാനം. മഹാമാരിയുടെ കാലത്ത് വളണ്ടിയർമാർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രക്തദാനം നടത്തി മാതൃകയായി. സ്പർശം ക്ഷേമ പെൻഷൻ പദ്ധതി. പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് പ്രതിമാസം ധനസഹായം നൽകി ആശ്വാസമേകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട CM മുനീർ താണ കണ്ണൂര് സലഫി ദഅവ സെന്ററിൽ വെച്ച് നിർവഹിച്ചു. സാമൂഹ്യ പ്രവർത്തനം ഇസ്ലാമിൽ വളരെ പുണ്യകർമ്മമുള്ള കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഖുർആൻ മഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ISM യുവതയെ വിളിക്കുന്നു പുതിയ യുഗപ്പിറവിക്കായി. ദൈവികമായ നേരറിവ് നെഞ്ചിലേറ്റി നേർപഥം രചിക്കാൻ, തണലിലേക്ക് മാറാനല്ല തണലായി മാറാൻ യൗവനം.